ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് അംബാലയിലാണ്. അതായത് ഹരിയാന പഞ്ചാബ് ബോർഡറിന്റെ അരികിലുള്ള ഹരിയാനയിലെ അംബാല എന്ന സ്ഥലം. നമ്മൾ ഇന്ന് കേരള ടു കാശ്മീർ ട്രിപ്പിന്റെ 7ാം ദിവസം അംബാലയിലെ റൂമിൽ നിന്ന് വെക്കേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇന്ന് ഉധംപൂരിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ്. കേരള ടു കാശ്മീർ. गाड़ी का नंबर देख के यार मतलब आपके इधर का आपका गाड़ी का नंबर? हमारे गाड़ी का नंबर ये है। अच्छा, ये सब नहीं HR85 है। हरियाणा का? हाँ, वो मेरे कुरुक्षेत्र की है, मेरे उधर की है गाड़ी। ये कुरुक्षेत्र जो की कुरुक्षेत्र है। इधर गंती मेरे उधर ही लग रहा है। हमारे झूले लगे हुए हैं उधर। ये हमारा होटल है ना। ओ ये आपका होटल है? हाँ जी। क्या ब्लॉग बना रहे हो? ഇവിടെ ഒരു ചങ്ങാതി KL വണ്ടി കണ്ട് ചോദിക്കായിരുന്നു, ഇത് എവിടുത്തെ വണ്ടിയാണെന്ന്. നമ്മൾ കേരള ടു കാശ്മീർ ട്രിപ്പിന്റെ ഭാഗമായി എത്തിയാണെന്ന്. അയാൾ ഹരിയാനക്കാരനാണെന്ന് തോന്നുന്നു. അയാൾ ഇവിടെ ഹോട്ടൽ നിർത്തിയാണ്. ഈ ഹോട്ടൽ സ്റ്റാർ 99. അങ്ങനെ അംബിക റെഡിയായി ഹോട്ടലിന് പുറത്തിറങ്ങുകയാണ്. നമ്മൾ താമസിച്ച റൂമാണ് ഹോട്ടൽ റോസ്. ബാഗേജുമായി പുറത്തിറങ്ങി വരികയാണ് അംബിക. ഇന്ന് ഹരിയാനയിലെ അംബാല മുതൽ ജമ്മു കാശ്മീരിലെ ഉധംപൂർ വരെയുള്ള യാത്രയിൽ നമ്മൾ 2 സംസ്ഥാന ബോർഡറുകൾ കടക്കേണ്ടിയിരിക്കുന്നു. ആദ്യമായി പഞ്ചാബ് ബോർഡർ കടന്ന് ഹിമാചൽ പ്രദേശിലൂടെ ഒരു ഭാഗത്തോടി പിന്നെയും പഞ്ചാബ് ബോർഡറിലെത്തി പഞ്ചാബിൽ നിന്ന് കാശ്മീരിലേക്ക് കത്വ ബോർഡർ വഴി പ്രവേശിച്ചാണ് ഉധംപൂരിലെത്തേണ്ടത്. ഏകദേശം 412 കിലോമീറ്റർ ദൂരമുള്ള ഈ റൂട്ടിൽ നമ്മൾ കടന്നു പോകുന്ന പ്രധാന സിറ്റികൾ ലുധിയാന, ജലന്ധർ, പത്താൻകോട്ട്, പിന്നെ പഞ്ചാബ് കാശ്മീർ ബോർഡർ ആയ കത്വ. ആ ബോർഡർ കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് കുറച്ച് ദൂരം ഓടിക്കഴിഞ്ഞ് ചല്ല ദയാൽ ചക്ക് റോഡ് വഴി നമ്മൾ NH44 എന്ന് റൈറ്റ് എടുത്ത് പോവുകയാണ്. അവിടെ നിന്ന് NH44 ഉപേക്ഷിച്ച് നമ്മൾ നേരെ ഡയറക്റ്റ് റൂട്ട് വഴി നമ്മൾ ഉധംപൂരിലേക്ക് പ്രവേശിക്കുകയാണ്. NH വഴി പോകുന്ന റൂട്ട് കുറച്ച് ദൂരം കൂടുതലാണ്, പക്ഷെ നല്ല റോഡാണ്. പക്ഷെ നമ്മൾ തിരഞ്ഞെടുത്തത് ദൂരം കുറഞ്ഞ ഒരു റോഡാണ്. പക്ഷെ റോഡ് അത്ര നല്ലതല്ല. ऑर्डर किया बहुत ठंडी लगता है.
ഇന്നത്തെ യാത്രയുടെ പ്രധാന വെല്ലുവിളി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഇപ്പം പ്രീപെയ്ഡ് സിം കാർഡ് മാത്രമേ ഉള്ളൂ. ഏകദേശം 100 കിലോമീറ്റർ കഴിയുമ്പോൾ 300 കിലോമീറ്റർ കഴിയുമ്പോൾ നമ്മൾ ഏകദേശം കത്വ ബോർഡറിലെത്തും. കത്വ ബോർഡറിലെത്തി കഴിഞ്ഞാൽ പിന്നെ പോസ്റ്റ് പെയ്ഡ് സിം കാർഡുകൾ മാത്രമേ വർക്ക് ചെയ്യൂ. പിന്നെ നെറ്റ് കണക്ഷനും ഒന്നും ഇല്ലാതെയാണ് 120 കിലോമീറ്ററോളം നമുക്ക് യാത്ര ചെയ്യാനുള്ളത്. ഫോൺ ചെയ്യാനോ നെറ്റ് കണക്ഷനോ റൂട്ട് ഡയറക്ഷൻ വയ്ക്കാനോ ഒന്നും സാധ്യമല്ല. പിന്നെ ആകെ ഉള്ളത് ഏതെങ്കിലും കടക്കാരുടെ അടുത്തുനിന്ന് വൈഫൈ ചോദിച്ച് പറഞ്ഞ് അത്യാവശ്യം ഒരു വീഡിയോ കോൾ അല്ലെങ്കിൽ വോയിസ് കോൾ ചെയ്യുക എന്നത് മാത്രമേ വഴിയുള്ളൂ. അവിടെ കർശന നിയന്ത്രണമാണ് വൈഫൈ ഒക്കെ മറ്റവർക്ക് കൊടുക്കുന്നതിന്. എല്ലാവരും ഭയപ്പെടുന്ന ഒരു കാര്യമാണ് നെറ്റ് കണക്ഷൻ ഫോണൊക്കെ ഷെയർ ചെയ്യുന്നത്. കാശ്മീരിലെ സുരക്ഷാ പ്രശ്നങ്ങളെക്കുറിച്ച് എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മുടെ അയൽ രാജ്യവുമായി ഏകദേശം 8 കിലോമീറ്റർ അരികെ വരെ നമ്മൾ ഈ റൂട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ എത്തുന്നുണ്ട്. ഇവിടെ ജമ്മു കാശ്മീർ പ്രവേശിച്ച് ഏകദേശം 80 കിലോമീറ്റർ ഇനി ഉധംപൂരിലേക്ക് യാത്ര ചെയ്യാനുണ്ട്. ഇവിടെ എത്തിയപ്പോൾ ഇവിടെ NH44 നിന്ന് ഡൈവേർട്ട് ചെയ്ത് ഒരു ഷോർട്ട് കട്ട് റൂട്ട് ഇതിലൂടെ പോകുന്നുണ്ട്. അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇവിടെ വണ്ടി നിർത്തിയത്. ഇവിടെ നിർത്തിയപ്പോൾ ഇവിടെ ഒരു ഓട്ടോറിക്ഷയിൽ ആൾക്കാർ തിങ്ങിക്കയറുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. ഒരു ഓട്ടോയിൽ 15-20 ആൾ യാത്ര ചെയ്യുകയാണ് ഇവിടെ. ഇവിടെ ഞാൻ വണ്ടി നിർത്തി അവിടെ ഉധംപൂരിലേക്കുള്ള ഒരു ഡൈവേർട്ടർ റൂട്ട് കാണാം. ഒരു ജംഗ്ഷനാണിത്. ഉധംപൂരിലേക്കുള്ള റൂട്ട് കാണാം. ഞാൻ അത് നോക്കി ആ സൈൻ ബോർഡൊന്ന് നോക്കാൻ വേണ്ടി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതാണ്. കൂടാതെ ഒരു ബസ് ഡ്രൈവറോടും ഞാൻ ഉധംപൂരിലേക്കുള്ള റൂട്ട് ചോദിച്ചു. പക്ഷേ അദ്ദേഹം പറഞ്ഞത് ഈ ബസ്സിൽ ജമ്മു വരെ വരണം, അവിടെ നിന്ന് ഉധംപൂരിലേക്ക് പോകാമെന്നാണ്. അദ്ദേഹം വിചാരിച്ചത് ഞാൻ ബസ്സിൽ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളാണെന്നാണ്. കാർ ഡ്രൈവ് ചെയ്ത് പോകുന്നതാണെന്നായത് മനസ്സിലായില്ല. അതുകൊണ്ടാണ് അയാൾ ജമ്മുവിലേക്ക് വന്ന് അവിടെ നിന്ന് ഉധംപൂരിലേക്ക് പോകാം എന്നോട് പറഞ്ഞത്. അവിടെ നമ്മൾ സൈൻ ബോർഡ് കണ്ട് അവിടെ നിന്ന് നമ്മൾ ഏകദേശം ആ ജംഗ്ഷൻ മിസ്സായിരുന്നു. അതുകൊണ്ട് ഇവിടെ നിന്ന് യു ടേൺ എടുത്തിട്ട് വേണം ഉധംപൂരിലേക്കുള്ള റൂട്ടിലേക്ക് പ്രവേശിക്കാൻ. അപ്പുറത്തേക്ക് പോകണം. ആടെ ഫുള്ള് സെക്യൂരിറ്റി ഇതുണ്ട്, ബോർഡ്. അങ്ങനെ അതിൽ കൂടെ അങ്ങനെ കട്ടാക്കാൻ പെട്ടെന്ന് നേരത്തെ കട്ടാക്കുന്ന പ്രശ്നമില്ല. നമുക്ക് ഇവിടുന്ന് കിട്ടും. എന്തായാലും ഇവിടുന്ന് ഉണ്ടാകാണ്ടിരിക്കില്ല. ഇതാണ്
നേരത്തെ മെയിൻ പോകേണ്ടത് കട്ടാക്കേണ്ടത് വെയിലെ കൂടെ അതിപ്പോൾ കല്ലെന്നിട്ട് നേരാക്കിയില്ല. വേറെ എവിടെ നിന്ന് കിട്ടുന്ന നോക്കട്ടെ അപ്പുറത്തേക്ക് ഉണ്ടാവും. ഇവിടെ നിന്ന് നമുക്ക് ചെറിയൊരു അഡ്ജസ്റ്റ് ആക്കി പോകുമ്പോഴേക്കും കിട്ടും. ഇടയില്ല വെയിലെല്ലാം എടുക്കുന്നുണ്ട്. അത് അങ്ങനെ വെയിലെടുക്കാം നോക്കട്ടെ ഉണ്ടാവട്ടെ എടുക്കാം. പട്ടിയുണ്ട് അത് ഇതേ അങ്ങനെ നോക്കട്ടെ ഇങ്ങനെ ബസ്. നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ജമ്മു കാശ്മീരിലെ സാംബ എന്ന ഈ സ്ഥലം നമ്മുടെ അയൽരാജ്യവുമായി വളരെ അടുത്താണ്. ഏകദേശം 6 കിലോമീറ്റർ മാത്രമേ ഇവിടുന്ന് അതിർത്തിയിലേക്ക് ദൂരമുള്ളൂ. ഈ സാംബ ജംഗ്ഷനിൽ നിന്ന് ധാർ ഉധംപൂർ റോഡ് വഴിയാണ് ഇനി 80 കിലോമീറ്ററോളം നമുക്ക് യാത്ര ചെയ്യാനുള്ളത്. ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം 3000 കിലോമീറ്ററോളം യാത്ര ചെയ്ത NH44 നമ്മളിപ്പോൾ വിട പറയുകയാണ്. അപ്പുറത്തേക്ക് കട്ടായത്തോട്ട് ബാക്കിയെല്ലാം കിട്ടിച്ച് അടുത്ത ബോർഡുണ്ട്.
ഇവിടെ മണ്ണിടിച്ചിലുണ്ടാകുന്ന ഒരു ഏരിയ ആണ്. അങ്ങനെ ഒരാഴ്ചത്തേക്ക് യാത്രയ്ക്ക് ശേഷം ഉദംപൂരെത്തിയിരിക്കുകയാണ്. നമ്മൾ ഉച്ചയ്ക്ക് മുമ്പ് എത്തുമെന്ന് കരുതി കാത്തിരുന്നവരുടെ സന്തോഷം. Where is mother? തൊപ്പി വെക്കാണ്ട് നിങ്ങൾ പുറത്ത് നടക്കുന്നത് പിടി
സുഹൃത്തുക്കളെ, നമ്മൾ എത്തിയിരിക്കുകയാണ്. 6 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ഉധംപൂരിൽ എത്തിയിരിക്കുകയാണ്. ഇത് ആഘോഷിക്കേണ്ട നിമിഷമാണ്. നമ്മളൊരു വലിയ ദൗത്യം പൂർത്തീകരിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ.